ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഇത് നമ്മൾ വളരെ കുറച്ച് മസാലകൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണം. പട്ടാണിയേക്കായിൽ കുറച്ച് മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. ഇനി മസാലപ്പൊടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അധികം എരിവില്ലാത്ത രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നല്ല എരിവ് വേണമെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയ ശേഷം 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് സ്കിൻ മാറ്റിയിട്ട്